പ്രൈസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രോഗ്രാം പഴയ നിയമത്തിലെ പ്രാർത്ഥനാ വീരന്മാരും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമാണ്. ചോദ്യം 1. മകൻ ലഭിക്കുന്നതിനായി പ്രാർത്ഥിച്ച പ്രവാചകൻ ആര്? ഉത്തരം അബ്രഹാം. ഉൽപ്പത്തി 15:1-6 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 2. യഹോവയുടെ സഹായത്തിനായി പ്രാർത്ഥിച്ച നായകൻ ആര്? ഉത്തരം യോശുവ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 6-9 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 3. ദാഹിച്ചിട്ട് വെള്ളത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ച വ്യക്തി ആര്? ഉത്തരം ശിംശോൻ. ന്യായാധിപന്മാർ 15-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ചോദ്യം 4. അടിമവേല നിമിത്തം ദൈവത്തോട് പ്രാർത്ഥിച്ചവർ. ഉത്തരം ഇസ്രായേൽ ജനം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-25 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 5. വെള്ളം കയ്പായതിനാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ആര്? ഉത്തരം മോശ. പുറപ്പാട് 15-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ചോദ്യം 6. വാഗ്ദത്ത നാട് കാണുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതാര്? ഉത്തരം മോശ. ആവർത്തനം 3-ാം അധ്യായം 23-25 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 7. കഷ്ടത്തിലായപ്പോൾ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി പ്രാർത്ഥിച്ചതാര്? ഉത്തരം മനശ്ശെ. 2 ദിനവൃത്താന്തം 33-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ചോദ്യം 8. പ്രാർത്ഥനയിൽ പാട്ടുപാടിയതാര്? ഉത്തരം ഹന്ന. 1 ശമൂവേൽ 1:10 വാക്യം. ചോദ്യം 9. തനിക്ക് ചുറ്റുമുള്ള ശക്തിയെ ബാല്യക്കാരൻ കാണേണ്ടതിന് പ്രാർത്ഥിച്ചതാര്? ഉത്തരം എലീശ. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ചോദ്യം 10. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചതാര്? ഉത്തരം നെഹമ്യാവ്. 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ചോദ്യം 11. ദൈവാലയത്തിന് മുമ്പിൽ വീണുകിടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതാര്? ഉത്തരം എസ്ര. 10-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 12. മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിച്ചതാര്? ഉത്തരം യോന. 2-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 13. ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ട ഏത് കാര്യം അനിഷ്ടമായിട്ടാണ് ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചത്? ഉത്തരം ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണം. 1 ശമൂവേൽ 8:6. ചോദ്യം 14. ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്നത് ആര്? ഉത്തരം ദാനിയേൽ. 6-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 15. ഹബക്കൂക്ക് ഏതു രാഗത്തിലാണ് പ്രാർത്ഥനാഗീതം പാടിയത്? ഉത്തരം വിഭ്രമ രാഗത്തിൽ. ഹബക്കൂക്ക് 3-ാം അധ്യായം 2-ാം വാക്യം. ചോദ്യം 16. മുഖം ചുവരിന് നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചത് ആര്? ഉത്തരം ഹിസ്കിയാവ്. 2 രാജാക്കന്മാർ 20:1, യെശയ്യാവ് 38:2. ചോദ്യം 17. ശുഭയാത്ര ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചതാര്? ഉത്തരം എസ്ര. 8-ാം അധ്യായം 21-23 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 18. ജനത്തിന് ന്യായപാലനം ചെയ്യാൻ വിവേകമുള്ള ഒരു ഹൃദയം തരണമെന്ന് പ്രാർത്ഥിച്ചതാര്?
ഉത്തരം ശലോമോൻ. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 19. യഹോവയുടെ കൃപയ്ക്കായി പ്രാർത്ഥിച്ച ഇസ്രായേൽ രാജാവ്. യഹോവാഹാസ്. 2 രാജാക്കന്മാർ 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 20. അനുഗ്രഹിച്ച് അതിർ വിസ്താരമാക്കുവാൻ പ്രാർത്ഥിച്ചതാര്? ഉത്തരം യബ്ബേസ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 21. നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പ്രാർത്ഥിച്ചതാര്? ഉത്തരം നെഹമ്യാവ്. നെഹമ്യാവ് 2-ാം അധ്യായം 4-ാം വാക്യം. ചോദ്യം 22. യഹോവ ചെയ്ത പ്രവൃത്തിയിൽ അനിഷ്ടം തോന്നി യഹോവയോട് പ്രാർത്ഥിച്ചതാര്? ഉത്തരം യോന. യോന 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ചോദ്യം 23. സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സ്വന്തം സ്ഥിതിക്ക് ഭേദം വന്നത് ആർക്ക്? ഉത്തരം ഇയ്യോബ്. ഇയ്യോബ് 42-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 24. ഏതു രാജാവിൻ്റെ സൈന്യത്തിന് അന്ധത പിടിക്കുവാനാണ് എലീഷ പ്രാർത്ഥിച്ചത്? ഉത്തരം ഇസ്രായേൽ രാജാവ്. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 8 മുതൽ 18 വരെ. ചോദ്യം 25. ഏത് വിധവയുടെ മകനെ ഉയർപ്പിക്കേണ്ടതിനാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത്? ഉത്തരം സാരാഫാത്തിലെ വിധവയുടെ. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ചോദ്യം 26. താൻ വന്ന കാര്യം സാധിക്കുവാൻ പ്രാർത്ഥിച്ചത് ആരുടെ ദാസൻ? ഉത്തരം അബ്രഹാമിൻ്റെ. ഉൽപ്പത്തി 20-ാം അധ്യായം 17-ാം വാക്യം. ചോദ്യം 27. രാത്രി മുഴുവനും മല്ലു പിടിച്ച് പ്രാർത്ഥിച്ചതാര്? ഉത്തരം യാക്കോബ്. ഉൽപ്പത്തി 32-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 28. ഗർഭവതി ആയിരുന്നപ്പോൾ ഉദരത്തിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ പ്രാർത്ഥിച്ചതാര്? ഉത്തരം റിബേക്ക. ഉൽപ്പത്തി 25-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ചോദ്യം 29. ഫറവോനും ഭൃത്യന്മാർക്കും മിസ്രയീം ജനത്തിനുമായി പ്രാർത്ഥിച്ചത് ആര്? ഉത്തരം മോശ. പുറപ്പാട് 8-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 30. കർത്താവയച്ച ദേവപുരുഷൻ വീണ്ടും വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലൻ്റെ കാര്യത്തിൽ ഉപദേശിക്കണമെന്ന് പ്രാർത്ഥിച്ചതാര്? ഉത്തരം മനോഹ. ന്യായാധിപന്മാർ 13-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 31. ഇസ്രായേൽ ജനത്തെ തനിക്ക് ശേഷം നയിക്കേണ്ടതിന് നായകന് വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തിയാര്? ഉത്തരം മോശ. സംഖ്യാപുസ്തകം 27-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 32. രഥനായകന്മാർ വളഞ്ഞപ്പോൾ യഹോവയോട് പ്രാർത്ഥിച്ച് സഹായം ലഭിച്ച വ്യക്തിയാര്? ഉത്തരം യഹോശാഫാത്ത്. 2 ദിനവൃത്താന്തം 18-ാം അധ്യായം 31-ാം വാക്യം. ചോദ്യം 33. ആരുടെ പ്രാർത്ഥനയാണ് വിശുദ്ധ നിവാസമായ സ്വർഗത്തിലെത്തിയത്? ഉത്തരം ലേവ്യരായ പുരോഹിതന്മാരുടെ. 2 ദിനവൃത്താന്തം 30-ാം അധ്യായം 27-ാം വാക്യം. ചോദ്യം 34. മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു കരഞ്ഞതാര്? ഉത്തരം ഹന്ന. 1 ശമൂവേൽ 1-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 35. എലീഷ ആരുടെ മകനെ ഉയർപ്പിക്കേണ്ടതിനാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം ശുനേമിലെ ധനികയുടെ മകനെ. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 8 മുതൽ 35 വരെയുള്ള. ചോദ്യം 36. ഏതു മകൻ തൻ്റെ മുമ്പിൽ ജീവിച്ചിരിക്കാനാണ് അബ്രഹാം പ്രാർത്ഥിച്ചത്? ഉത്തരം ഇശ്മായേൽ. ഉൽപ്പത്തി 17-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ.
ചോദ്യം 37. മച്ചിയായിരുന്ന ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഭർത്താവ്. ഉത്തരം ഇസഹാക്ക്. ഉൽപ്പത്തി 25 21 വാക്യം. ചോദ്യം 38. സോതോമിനായി പ്രാർത്ഥിച്ച പ്രവാചകൻ. ഉത്തരം അബ്രഹാം. ഉൽപ്പത്തി 18 20 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 39. ഇസ്രയേൽ ജനത്തിൻ്റെ വിടുതലിനായി തന്നെ തിരഞ്ഞെടുത്തു എന്ന് തെളിവിനായി പ്രാർത്ഥിച്ച ന്യായാധിപൻ. ഉത്തരം ഗിദെയോൻ. ന്യായാധിപന്മാർ 6 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 40. ദാനിയേലിനോടൊപ്പം ആരെല്ലാം നശിച്ചു പോകാതിരിക്കേണ്ടതിനാണ് സ്വപ്നത്തിൻ്റെ രഹസ്യം വെളിപ്പെട്ടു വരുവാൻ പ്രാർത്ഥിച്ചത്? ഉത്തരം ഹനന്യാവ്, മീശാവ്, അസരിയാവ്, ബാബേലിലെ വിദ്വാൻമാർ. ദാനിയേൽ 2:17-18 വാക്യങ്ങൾ. ചോദ്യം 41. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയോട് പ്രാർത്ഥിക്കുവാൻ ദാവീദിന് ധൈര്യം പ്രാപിച്ചത് ഏത് വെളിപ്പാട്? ഉത്തരം ഞാൻ നിനക്ക് ഒരു ഗൃഹം പണിയുമെന്നുള്ളത്. 2 ശമൂവേൽ 7 27 വാക്യം. ചോദ്യം 42. എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ ഒന്നിച്ചുകൂട്ടി ശമൂവേൽ എങ്ങനെ പ്രാർത്ഥിച്ചു? ഉത്തരം വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച്. 1 ശമൂവേൽ 7 5, 6 വാക്യങ്ങൾ. ചോദ്യം 43. കെരൂബുകൾക്കു മീതെ അധിവസിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ എന്ന് പ്രാർത്ഥിച്ചതാര്? ഉത്തരം ഹിസ്കിയാവ്. 2 രാജാക്കന്മാർ 19:15, യെശയ്യാവ് 37:15. ചോദ്യം 44. ദാവീദിൻ്റെ ഏതു ഭാര്യയിൽ ജനിച്ച കുഞ്ഞിന് കഠിനരോഗം ബാധിച്ചപ്പോഴാണ് ദാവീദ് പ്രാർത്ഥിച്ചത്? ഉത്തരം ബത്ശേബ. 2 ശമൂവേൽ 12:15. ചോദ്യം 45. അബ്രഹാം ഗെരാറിലെ ഏത് രാജാവിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം അബീമേലെക്ക്. ഉൽപ്പത്തി 20 1-2 വാക്യങ്ങൾ 17 വാക്യവും. ചോദ്യം 46. പാപം ചെയ്ത ആരോട് ക്ഷമിക്കാനാണ് മോശ പ്രാർത്ഥിച്ചത്? ഉത്തരം ഇസ്രായേൽ ജനത്തോട്. പുറപ്പാട് 32 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 47. മിര്യാമിനെ ഏത് രോഗത്തിൽ നിന്നും സൗഖ്യമാക്കുവാനാണ് മോശ പ്രാർത്ഥിച്ചത്? ഉത്തരം കുഷ്ഠരോഗം. സംഖ്യാപുസ്തകം 12 11 വാക്യം. ചോദ്യം 48. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല എന്ന് പ്രാർത്ഥിച്ച രാജാവ്. ഉത്തരം ആസ. 2 ദിനവൃത്താന്തം 14 11 വാക്യം. ചോദ്യം 49. ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്, ഈ ആടുകൾ എന്തു ചെയ്തു എന്ന് പ്രാർത്ഥിച്ച വ്യക്തി? ഉത്തരം ദാവീദ്. 2 ശമൂവേൽ 24 17 വാക്യം. ചോദ്യം 50. ഇയ്യോബ് ഏത് സ്നേഹിതന്മാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം തേമാന്യനായ എലിഫസ്, ശൂഹ്യനായ ബിൽദാദ്, നയമാത്യനായ സോഫർ. ഇയ്യോബ് 42 8 9 വാക്യങ്ങൾ. ചോദ്യം 59. ബെസലേൽ ഉണ്ടാക്കിയ താമ്രയാഗപീഠത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചവർ? ഉത്തരം ശലോമോനും സഭയും. 1 ദിനവൃത്താന്തം 1 5 വാക്യം. ചോദ്യം 52. സൻഹേരീബിൻ്റെ സൈന്യം യെരൂശലേമിലെ ദൈവത്തെക്കുറിച്ച് ജാതികളുടെ ദൈവത്തെപ്പോലെ പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചതാര്? ഉത്തരം ഹിസ്കിയാ രാജാവും യെശയ്യാവും. 2 ദിനവൃത്താന്തം 32 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 53. യിരെമ്യാവ് ആധാരം ആരുടെ കയ്യിൽ ഏൽപ്പിച്ച ശേഷമാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം നേര്യാവിൻ്റെ മകനായ ബാരൂക്കിൻ്റെ പക്കൽ. യിരെമ്യാവ് 32 16 വാക്യം. ചോദ്യം 54. തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാതെ വിധിപ്രകാരമല്ലാത്ത മറ്റൊരു പ്രാകാരത്തിൽ വെച്ച് പെസഹ കഴിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാര്? ഉത്തരം ഹിസ്കിയാവ്. 2 ദിനവൃത്താന്തം 30 18 വാക്യം.
ചോദ്യം 55. ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ നിന്റെ കൽപ്പനയാൽ ചെയ്തു എന്നും ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചതാര്? ഉത്തരം ഏലിയാവ്. 1 രാജാക്കന്മാർ 18-36. ചോദ്യം 56. കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ എന്ന് പ്രാർത്ഥിച്ചതാര്? ഉത്തരം ദാവീദ്. 2 ശമൂവേൽ 18-19. ചോദ്യം 57. യഹൂദ നഗരങ്ങളിലേക്ക് ചെല്ലണമോ എന്ന് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എവിടെ പോകാനാണ് യഹോവ ദാവീദിനോട് പറഞ്ഞത്? ഉത്തരം ഹെബ്രോനിൽ. 2 ശമൂവേൽ 2-1. ചോദ്യം 58. യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രാർത്ഥിച്ചതാര്? ഉത്തരം ദാനിയേൽ. ദാനിയേൽ 9-ാം 2-3. ചോദ്യം 59. തൻ്റെ 2 കണ്ണിനും വേണ്ടി പ്രതികാരം ചെയ്യുവാൻ ശക്തി നൽകണമെന്ന് യഹോവയോട് പ്രാർത്ഥിച്ചതാര്? ഉത്തരം ശിംശോൻ. ന്യായാധിപന്മാർ 16-ാം 29-30. ചോദ്യം 60. സഹോദരൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കുവാൻ പ്രാർത്ഥിച്ചതാണ്? ഉത്തരം ഏശാവിൻ്റെ കയ്യിൽ നിന്നും യാക്കോബ്. ഉൽപ്പത്തി 32-ാം 9